Welcome to Learnino. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് MCQs in Disk Management and Utility ആണ്. നമ്മൾ ക്ലാസ്സസ് ഡിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഡിസ്ക് യൂട്ടിലിറ്റി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ MCQs ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first question is disk utility is used for partitioning in. അപ്പോൾ നമ്മൾ ഡിസ്ക് യൂട്ടിലിറ്റി എന്തിനു വേണ്ടിയിട്ട് ഏത് പാർട്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ മീൻ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണോ, ഓപ്ഷൻ ബി വിൻഡോസ് ആണോ, ഓപ്ഷൻ സി മാക് OS ആണോ, അതോ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ? ഇതിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഡിസ്ക് യൂട്ടിലിറ്റി യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിനക്സ്. ലിനക്സ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ക് യൂട്ടിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. പാർട്ടീഷൻ ഇൻ വിൻഡോസ് ഇസ് റെഫേർഡ് ടു ആസ്. അതായത് നമ്മൾ വിൻഡോസിൽ പാർട്ടീഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്ക് മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ഡിസ്ക് യൂട്ടിലിറ്റി, ഓപ്ഷൻ സി ഡിസ്ക് സെപ്പറേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ പാർട്ടീഷൻ ഇൻ വിൻഡോസിലുള്ള പാർട്ടീഷനെ നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഡിസ്ക് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്ക് മാനേജ്മെന്റ് എന്നാണ് എന്താ നമ്മൾ വിൻഡോസിൽ പാർട്ടീഷൻ ചെയ്യുന്നതിന് നമ്മൾ പറയണത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റെപ്സ് ആർ ദർ ഇൻ പാർട്ടീഷനിങ് ഓഫ് ഡിസ്ക് ഇൻ ലിനക്സ്? ലിനക്സിനകത്ത് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യാൻ എത്ര സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പാർട്ടീഷനിങ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അപ്പൊ എത്ര സ്റ്റെപ്സ് ആയിട്ടാണ് ലിനക്സിൽ നമ്മൾ ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. സോ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റാച്ചിങ് ദ ഡിസ്ക് ടു ദി പോർട്ട്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ദി പാർട്ടീഷൻസ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് പാർട്ടീഷൻസിൽ ഫയൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം, ഫോർത്ത് വൺ എന്ന് പറയുന്നത് മൗണ്ടിങ് ദി ഫയൽ സിസ്റ്റംസ്. അപ്പൊ 4 സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലിനക്സിൽ നമ്മൾ ഡിസ്ക് പാർട്ടീഷനിങ് നമ്മൾ ചെയ്യാറ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, to view the available hard disk in your system, which command is to be used? അതായത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് എത്ര ഉണ്ടെന്ന് വ്യൂ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ LSBLK, ഓപ്ഷൻ ബി CAT_PROC, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾ ഓഫ് ദിസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് LSBLK ആണ്. ഇവിടെ ഒരു ബാർ ഇട്ടിട്ട് പാർട്ടീഷൻസ് എന്നും കൂടി കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് താഴെ ബോത്ത് എ ആൻഡ് ബി ഉണ്ടാവും. ബോത്ത് എ അതുപോലെ ആൻഡ് ബി ഉണ്ടാവണം. എങ്കിൽ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. ഇവിടെ പാർട്ടീഷൻസ്, അതായത് ഓപ്ഷൻ ബിയിൽ ഇവിടെ പാർട്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ബോത്ത് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. തൽക്കാലം അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ LSBLK ആണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൗ മെനി ടൈപ്സ് ഓഫ് പാർട്ടീഷൻസ് ആർ ദർ ഇൻ ഡിസ്ക് യൂട്ടിലിറ്റി? ഏത് കൈൻഡ് ഓഫ് ഡിസ്ക് യൂട്ടിലിറ്റിയിൽ എത്ര കൈൻഡ് ഓഫ് പാർട്ടീഷൻസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ internal, option B external, option C both internal and external, option D none of these. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പാർട്ടീഷൻസ് 2 രീതിയിലാണുള്ളത്. ഇന്റേണൽ യൂട്ടിലിറ്റി മാത്രമല്ല, നോർമലി പാർട്ടീഷൻസ് 2 രീതിയിലാണുള്ളത്. ഇന്റേണൽ പാർട്ടീഷൻസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ പാർട്ടീഷൻസും. അത് മാനേജ്മെന്റിനും അതുപോലെ തന്നെ യൂട്ടിലിറ്റിയുടെ കൺസെപ്റ്റിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, വിച്ച് ഇസ് ഫൈൻ. പക്ഷെ നോർമലി പാർട്ടീഷൻസ് ആർ ഓഫ് 2 types, ഇന്റേണൽ പാർട്ടീഷൻസ് ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ പാർട്ടീഷൻസ്. എക്സ്റ്റേണൽ പാർട്ടീഷൻസ് നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ആണെങ്കിൽ അത് നമ്മൾ ലോജിക്കൽ എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, ഡിസ്ക് മാനേജ്മെന്റ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ്. ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സ്റ്റൻഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിൻഡോസ് മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ലിനക്സ് മാനേജ്മെന്റ്, ഓപ്ഷൻ സി യുനിക്സ് മാനേജ്മെന്റ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഏതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ പറയുന്ന ഡിസ്ക് മാനേജ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ വിൻഡോസ് മാനേജ്മെന്റിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത് ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, which is the main section of disk management? ഡിസ്ക് മാനേജ്മെന്റിന്റെ മെയിൻ സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടോപ്പ്, ഓപ്ഷൻ ബി ബോട്ടം, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നൺ. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മെയിൻ സെക്ഷൻ ഓഫ് ഡിസ്ക് മാനേജ്മെന്റ് നമ്മൾ 2 മെയിൻ സെക്ഷൻ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, ടോപ്പും ബോട്ടും. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് സി ബോത്ത് ആണ് കേട്ടോ. അപ്പൊ ബോത്ത് ആണ് ഇതിന്റെ ആൻസർ എന്ന് നമ്മൾ പറയണം. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്ടീഷൻസ് ക്യാൻ ബി ഡൺ ഇൻ എ ഡിസ്ക്? ഒരു ഡിസ്കിനെ നമുക്ക് എത്ര പാർട്ടീഷൻ വരെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി ഈസ് 9. അപ്പൊ എത്ര പാർട്ടീഷൻ വരെ നമുക്ക് ഒരു ഡിസ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 4. ഇതർ 4ഉം തന്നെ നമുക്ക് പ്രൈമറി പാർട്ടീഷൻ ആയിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 3 പ്രൈമറി പാർട്ടീഷൻ വിത്ത് 1 എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിവേ ദ പാർട്ടീഷൻ ഇസ് 4. ഇനി p കമാൻഡ് ഇൻ ഡിസ്ക് യൂട്ടിലിറ്റി ഈസ് യൂസ്ഡ് ഫോർ. ഡിസ്ക് യൂട്ടിലിറ്റിക്ക് p കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിന്റ് പാർട്ടീഷൻ ടേബിൾ, ഓപ്ഷൻ ബി ക്രിയേറ്റ് ന്യൂ പാർട്ടീഷൻ, ഓപ്ഷൻ സി ഹെൽപ്പ്, ഓപ്ഷൻ ഡി റൈറ്റ് ടു ഡിസ്ക്. അപ്പൊ p കമാൻഡ് ഡിസ്ക് യൂട്ടിലിറ്റിയിൽ p കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഫോർ പ്രിന്റിംഗ് പാർട്ടീഷൻ ടേബിൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലാഗ് ഈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ്? ഒരു ഹെൽപ്പ് എന്നുള്ള കൺസെപ്റ്റിന് വേണ്ടി നമുക്ക് ഏത് ഫ്ലാഗ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എം, ഓപ്ഷൻ ബി എൻ, ഓപ്ഷൻ സി പി, ഓപ്ഷൻ ഡി ക്യൂ. ആൻസർ എന്ന് പറയുന്നത് എം. എം എന്നുള്ള ഫ്ലാഗ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മൾ ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലാഗ് എന്ന് പറയുന്നത് എം ആണ് കേട്ടോ. ഇതാണ് എം ഫ്ലാഗ് ആണ് നമ്മൾ ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് പി ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് പാർട്ടീഷൻ ടേബിളിന് വേണ്ടിയിട്ടാണ്, എൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ന്യൂ പാർട്ടീഷൻ ആണ്, ക്യൂ ആണെങ്കിൽ ക്വിറ്റ് വിത്തൗട്ട് റൈറ്റിംഗ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ MCQ. താങ്ക് യു.